ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ. ഒത്തിരി ഒന്നുമില്ല, ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കാരണം എനിക്കിപ്പോൾ 9 മന്ത് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം വീഡിയോ എടുക്കാനൊന്നും മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി മുതലൊന്നും വീഡിയോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങിയാൽ രാവിലെ ബ്രഷൊക്കെ ചെയ്ത് നേരെ ഹസ്ബൻഡിൻ്റെ വണ്ടിയിലൊന്ന് കയറണം എന്ന് രാവിലെ തന്നെ ആഗ്രഹം വന്നു. പുള്ളി ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പം ഞാൻ ഓടിച്ചെന്ന് കയറി കേട്ടോ വണ്ടിയിൽ. കുറച്ച് നേരമൊക്കെ വണ്ടിയിലൊന്നിരുന്ന് ഒരു റൗണ്ടൊക്കെ പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഇച്ചിരി നേരം എന്നെ വണ്ടിയെ കയറ്റിയിട്ട് നേരെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിറക്കി. പിന്നെ ഞാൻ കുറച്ച് നേരം നടക്കാമെന്നൊക്കെ കരുതി, വെയിലൊക്കെ കൊള്ളുന്നത് നല്ലതാണ് ഈ ടൈമിൽ. അങ്ങനെ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് നടന്ന് പിന്നെ നേരെ വീടിനകത്ത് കയറി. രാവിലെ ഒന്നും വെള്ളമൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ രാവിലെ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളമൊക്കെ കുടിച്ചു. പിന്നെ അപ്പോഴേക്കും ഞാൻ വന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കിയായിരുന്നു. ഇന്ന് രാവിലെ ഏത്തയ്ക്ക പുഴുങ്ങിയതും പച്ച ഏത്തയ്ക്ക കേട്ടോ. ഇത് വീഡിയോ എടുക്കുമ്പം ഇത് ഇങ്ങനെ പഴുത്ത ഏത്തയ്ക്ക പോലെ ഇരിക്കുന്ന കേട്ടോ, പച്ച ഏത്തയ്ക്കയും. പിന്നെ തൈര് സെപ്പറേറ്റ് എടുത്തിട്ട് ഇത് കാന്താരി ചമ്മന്തി കേട്ടോ. കാന്താരി ചമ്മന്തി ഒരു തൈരിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് ഏത്തയ്ക്കയും കൂടി കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ. കപ്പ അതിൻ്റെ കൂടെയൊക്കെ ഇതുപോലെ കഴിക്കാറുണ്ട്. ഇപ്പം കപ്പയൊക്കെ കഴിച്ചാൽ ഗ്യാസ് ആയതുകൊണ്ട് ഏത്തയ്ക്കയാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. എൻ്റെ മിക്ക ഡേ ഇൻ മൈ ലൈഫിൽ ഈ ഒരു ഏത്തയ്ക്ക ഇങ്ങനത്തെ ഫുഡ് ഉണ്ടാവും. പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ മീനൊക്കെ വെട്ടുന്നുണ്ടായിരുന്നു ഉച്ചക്കത്തെ കറിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് കുറേ ദിവസമായിട്ടൊരാഗ്രഹമായിരുന്നു പൊതിച്ചോറ് കഴിക്കണം. അങ്ങനെ രാവിലെ തന്നെ ഞാനൊരു ഇല വെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 മണി കഴിഞ്ഞു. 10 മണി കഴിഞ്ഞ് ഒരു ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയായിരുന്നു. പിന്നെ മീൻ വറുത്തത്, അയില മീൻ വറുത്തത്. പിന്നെ രാവിലത്തെ ആ ഒരു കാന്താരി ചമ്മന്തി, തേങ്ങാ ചമ്മന്തി അരച്ചില്ല കേട്ടോ. എനിക്ക് തേങ്ങാ ചമ്മന്തി വേണമെന്നായിരുന്നു. പിന്നെ അമ്മയെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് വേണമെന്ന് പറഞ്ഞില്ല. പിന്നെ ഉണക്കമാങ്ങ അച്ചാറുണ്ടായിരുന്നു. പിന്നെ കിഴങ്ങ് മെഴുക്ക് പുരട്ടി. പൊതിയുടെ മെയിനാണല്ലോ കിഴങ്ങ് മെഴുക്ക് പുരട്ടി, അതുകൊണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. പിന്നെ മോരുണ്ടായിരുന്നു. മോരും കൂടി ഒഴിച്ചിട്ട് അതങ്ങനെ കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പൊതിച്ചോറിന് നമുക്ക് 1-2 കറി ഉണ്ടെങ്കിലും ഭയങ്കര ടേസ്റ്റല്ലേ. അങ്ങനെ പൊതിച്ചോറൊക്കെ കഴിച്ചു. കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ, പൊതിച്ചോറ് കഴിക്കണം. അങ്ങനെ ആ ഒരു ആഗ്രഹം അങ്ങ് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകിലൊരു കാട് പോലെ ഉണ്ട് കേട്ടോ. കാടല്ല, ശരിക്കും പറഞ്ഞാൽ അവിടെ കുറേ കാട് കിളിച്ച് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി വിറക് വെട്ടാനായിട്ട്. അമ്മയാണ് വിറക് വെട്ടാൻ, ഞാൻ വെറുതെ കൂട്ടിന് പോയതാട്ടോ. അപ്പോൾ അവിടെ ജാതിക്ക നിപ്പുണ്ടായിരുന്നു. അപ്പം ജാതിക്ക പറിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കാട്ടിൽ കൂടെ അമ്മയും കൊണ്ട് പോയതാട്ടോ. അങ്ങനെ അവിടെ ചെന്നിട്ടൊരു 2-3 ജാതിക്കയൊക്കെ കിട്ടി. ജാതിക്ക പറിക്കുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ ഈ ജാതി മരത്തിൽ നിറയെ ജാതിക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 2-3 എണ്ണേ കിട്ടുള്ളൂ. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും 2-3 എണ്ണേ കിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോയി. അമ്മ കുറേ വിറകൊക്കെ പറക്കി. അങ്ങനെ വിറകൊക്കെ പറക്കിയിട്ട് നേരെ വീട്ടിൽ പോയി കുളിച്ച് റെഡിയായി. അപ്പോൾ നമ്മുടെ മുറ്റത്തൊക്കെ നിറയെ പൂച്ചകൾ വരും കേട്ടോ. വളർത്തുന്നതൊന്നുമല്ല, അല്ലാതെ വരുന്ന പൂച്ചകളാണ്. പിന്നെ ഒരു തണ്ണിമത്തൻ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ ഒരു 4-4:30 ആയപ്പോഴേക്കും വീട്ടിൽ ചപ്പാത്തിയും കടലക്കറിയും ഉണ്ടാക്കി. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞാനും അമ്മയും കൂടെ നേരെ ഒന്ന് പുറത്ത് പോകാമെന്ന് കരുതി. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല പുറത്ത് പോകാൻ. വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് പത്തനംതിട്ടയിലൊക്കെ പോയി കറങ്ങി വന്നു. അപ്പോഴത്തേക്കും അമ്മച്ചി അട ഉണ്ടാക്കി വെച്ചിരുന്നു, ഭക്ഷണയില അട. അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, കമൻറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്